ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റെസിസ്റ്റൻസും ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഗാൽവനോമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കണം. ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡ് നീറ്റിൻ്റെ സിലബസിൽ ഉള്ള പ്രാക്ടിക്കൽ ഫിസിക്സിലുള്ള ഒരു ഭാഗമാണ് ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അത് വെച്ചിട്ട് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസും അതിൻ്റെ ഫിഗർ ഓഫ് മെറിറ്റും കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വി വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ ഐ ജി എന്ന് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? ഐ ജി, സ്മോൾ ഐ ജി എന്ന് ഞാൻ വിളിക്കുന്നു. ഗാൽവനോമീറ്ററിൽ കൂടെ ആദ്യം പോയ കറണ്ട് ഐ ജി എന്ന് പറഞ്ഞ കറണ്ട് പോയപ്പോൾ, ആ ഗാൽവനോമീറ്ററിലൂടെ ഐ ജി എന്ന് പറഞ്ഞ ഒരു കറണ്ട് പോയപ്പോൾ ആ ഗാൽവനോമീറ്റർ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഗാൽവനോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. ഗാൽവനോമീറ്റർ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ ഇതിൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചു. സീറോന്ന് കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ അതെന്ത് ചെയ്തു? കാണിച്ചു. ഗാൽവനോമീറ്റർ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പോൾ ഐ ജിയിൽ അതെന്ത് കാണിച്ചു? അത് കംപ്ലീറ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി അതേപോലെ ഈ ഐ ജി എന്ന് പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു. ആ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഞാനതിനെ തീറ്റ എന്ന് വിളിച്ചു. കംപ്ലീറ്റ് അല്ല, ഒരു ഡിഫ്ലക്റ്റ് ചെയ്തു. തീറ്റ, ഒരു വാല്യൂ തീറ്റ, അത് ഡിഫ്ലക്റ്റ് ചെയ്തു. തീറ്റ ഡിഗ്രി അത് കംപ്ലീറ്റ് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി അതിലൂടെ ആ ഗാൽവനോമീറ്ററിൽ കൂടെ ഞാൻ ഐ ജി ബൈ 2 കറണ്ട് പാസ് ചെയ്തു. പകുതി കറണ്ട് പാസ് ചെയ്തു. അപ്പോൾ അത് പകുതിയല്ല ഡിഫ്ലക്റ്റ് ആവുള്ളൂ. തീറ്റ ബൈ 2 ഡിഗ്രി ഡിഫ്ലക്റ്റ് ആവുള്ളൂ. പറഞ്ഞാൽ ഇവിടെ അത് ഡിഫ്ലക്റ്റ് ചെയ്തത് തീറ്റ ബൈ 2. ഇതിനെ ഹാഫ് ഡിഫ്ലക്ഷൻ എന്ന് വിളിച്ചു. അങ്ങനെ കറണ്ട് പകുതിയായപ്പോൾ ഡിഫ്ലക്ഷൻ പകുതിയായി. യെസ്, അതിനെയാണ് നമ്മൾ NIB/K വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ I ഇസ് ഈക്വൽ ടു കറണ്ട്, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു തീറ്റ. പ്രൊപ്പോർഷണൽ ടു തീറ്റയാണ്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് ആര്? K. ആ കേനെ വിളിക്കുന്ന പേരാണെന്ത്? ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ്, അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് വിളിച്ചു. അത് ഡെറിവേഷനൊക്കെ ഇൻസൈഡിലുണ്ട്, ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ കേനാണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ തീറ്റ പകുതിയാകുമ്പോൾ ഐ എന്താവണം? പകുതിയാണോ? ഐ ഡബിൾ ആകുമ്പോൾ തീറ്റ എന്താണ്? ഡബിൾ ആവണം. ഓക്കെ, ആ ഒരു രീതിയിലാണ്. കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫോർ ഗാൽവൻ, നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മാൻഫീൽഡ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഡെറിവേഷനിലേക്ക് വരാം. ഇനീഷ്യൽ കണ്ടീഷൻ ഇതാണ്. ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഒരു ഓക്കെ. ഇനി നമുക്ക് ഈ കേസിൽ ഇവിടെയുള്ള ഐ ജിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് ഐ ജി ഈക്വൽ ടു എന്താ വരിക? V/R. ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഈ ജി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു കറണ്ട് ഷണ്ട് റെസിസ്റ്റൻസ്, ഇവിടെ ഗാൽവനോമീറ്ററിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത്. എന്തിനാ ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പേരെന്താ? ഷണ്ട് റെസിസ്റ്റൻറ്റ് required for the galvanometer to show half deflection. ഗാൽവനോമീറ്റർ പകുതി ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ഷണ്ട്, അതാണ് എസിൻ്റെ അർത്ഥം. വെറും ഷണ്ടല്ല, ഷണ്ട് റെസിസ്റ്റൻറ്റ് റിക്വയർ ഫോർ ദ ഗാൽവനോമീറ്റർ ടു ഷോ ഹാഫ് ഡിഫ്ലക്ഷൻ. ഇവിടെ അത് കംപ്ലീറ്റ്ലി ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് വാല്യൂ ഷണ്ട് കൊടുത്താലാണ് ഇത് ഹാഫ് ഡിഫ്ലക്ഷൻ നടക്കുക? ആ ഷണ്ടിൻ്റെ പേരാണ് എസ്. മനസ്സിലായോ? എന്തോ വെറുതെ ഒരു ഷണ്ട് റെസിസ്റ്റർ അല്ല. ഇനി ഐ ജി ഇങ്ങനെ കിട്ടിയല്ലോ. ഇവിടെ കൂടെ ഷണ്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറയും, നെറ്റ് റെസിസ്റ്റൻസ് കുറയും. ഗാൽവനോമീറ്റർ രണ്ട് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ഇവിടെയുള്ള കറണ്ട് കൂടും. ഒരു ഐ എന്ന് പറഞ്ഞ കറണ്ട് ഐ വിചാരിച്ചോ, ദാറ്റ് ഇസ് നോട്ട് ഐ ജി. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ട് ഐ. എനിക്ക് ഐയുടെ വാല്യൂ പറയും. ഐ ഇസ് ഈക്വൽ ടു V/R പ്ലസ് SG/S+G അല്ലേ? SG/S+G. തീർച്ചയായിട്ടും ഐൻ്റെ വാല്യൂ എന്തിനേക്കാളും വലുതാണ്? ഐ ജിനേക്കാളും വലുതാണ്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ലോജിക്ക്. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐ ജി നമ്മൾ എന്തിനാണ് ഷണ്ട് കണക്ട് ചെയ്തത്? ഗാൽവനോമീറ്റർ കൂടെ പകുതി കറണ്ടേ പോകാൻ പാടുള്ളൂ. ഏത്? നേരത്തെ പോയ ഐ ജിൻ്റെ പകുതിയെ പോകാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഷണ്ട് കണക്ട് ചെയ്തത്. അപ്പോൾ IG/2 കറണ്ട് ഇവിടെ പോയി. ഷണ്ട് കൂടെ I-IG/2 പോയിട്ടുണ്ടാവും. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടത് ഈ ഗാൽവനോമീറ്ററിലുള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇത് പാരലൽ കണക്ഷൻ അല്ലേ?
അപ്പോൾ ഇവിടെയുള്ള ഡ്രോപ്പ് പറയും, ഇവിടെയുള്ള ഡ്രോപ്പ് എന്താ? ഐ ഇൻറ്റു എസ് ജി ബൈ എസ് പ്ലസ് ജി. അവിടെയുള്ള ഡ്രോപ്പ് എന്താ? ഇവിടെയുള്ള ഡ്രോപ്പ് പറയണം. അവിടെയുള്ള ഡ്രോപ്പ് എന്താ? അത് ഐ ഇൻറ്റു സ്മോൾ ഐ ഇൻറ്റു മറ്റേ പുതിയ ഐ എസ് ജി ബൈ എസ് പ്ലസ് ജി അല്ലേ? അതന്നെയല്ലേ ഈ ഗാൽവിനോമീറ്ററിൻ്റെ അവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് തന്നെയല്ലേ ഇതിൽ ഫുൾ ഉണ്ടാവുന്ന ഡ്രോപ്പ്? കാരണം പാരലൽ കണക്ഷനാണ്, ഒരേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവുക. ഗാൽവിനോമീറ്ററിലെ ഡ്രോപ്പ് എന്താ? ഐ ജി ബൈ 2 ഇൻറ്റു ജി അല്ലേ? അപ്പോൾ ഇത് രണ്ട് ഈക്വലാ. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ജി ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഐ എന്താ? ഐ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ പ്ലസ് എസ് ജി ബൈ എസ് പ്ലസ് ജി ഇൻറ്റു എസ് ബൈ എസ് പ്ലസ് ജി ഈക്വൽ ടു ഐ ജി ബൈ 2. ഐ ജി എന്താ? ഐ ജി വി ബൈ ആർ പ്ലസ് ജി ഇൻറ്റു 1/2. ഓക്കെ, വി ക്യാൻസൽ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അപ്പോൾ ഒരു മിനിറ്റ്, അതിന് മുമ്പ് താഴ്ഭാഗത്തിലൊന്ന് സെറ്റാക്കട്ടെ. ഇവിടെ കിട്ടിയത് ഞാൻ ഈ സാധനത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ സാധനത്തിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ആർ എസ് പ്ലസ് ആർ ജി പ്ലസ് എസ് ജി എന്ന് കിട്ടൂലേ? അതെന്തിന് ഈക്വലാ? 1/, ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആർ പ്ലസ് ജി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2SG ഈക്വൽ ടു RS RG SG. ഇത് SR ബാക്കി, ഇവിടെ SG, ഇവിടെ SG ബാക്കി. എനിക്ക് G അല്ലേ കാണേണ്ടത്, അപ്പോൾ ജീൻ്റെ ടേമിൻ്റെ സൈഡ് കൊണ്ടുപോവാം. SR ഇസ് ഈക്വൽ ടു G ഇൻറ്റു R മൈനസ് എസ്. അപ്പോൾ എനിക്ക് ജിയുടെ വാല്യൂ കിട്ടും. ജിയുടെ വാല്യൂ എന്താ? ഫൈനൽ ജിയുടെ വാല്യൂ G ഇസ് ഈക്വൽ ടു SR അല്ലെങ്കിൽ RS ഡിവൈഡ് ബൈ R മൈനസ് എസ്. എങ്ങനെ? G is equal to RS by R minus S. പഠിക്കാനുള്ള മെത്തേഡ് ഒന്നുമില്ല, ട്രിക്കൊന്നുമില്ല. RS by R minus S പഠിക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ S മൈനസ് ആർ ആണോ R മൈനസ് എസ് ആണോ? R എന്തായാലും വലുതായിരിക്കും, ഷണ്ട് ചെറുതായിരിക്കും. എന്ന് പറഞ്ഞാൽ ആറിനേക്കാൾ എന്തായാലും ചെറുതായിരിക്കും. അപ്പോൾ RS by R മൈനസ് എസ്, R മൈനസ് എസ്. എസ് ചെറുതാണ് ആറിനേക്കാളും ആണല്ലോ, ഷണ്ടല്ലേ. അപ്പോൾ RS by R മൈനസ് എസ്. ഓക്കെ, ജിയുടെ വാല്യൂ എന്താ? ഗാൽവിനോമീറ്റർ. അപ്പോൾ എന്താ നീറ്റായിട്ട് പറഞ്ഞത്? ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വഴി റെസിസ്റ്റൻസ് ഓഫ് ഗാൽവിനോമീറ്റർ കണ്ടുപിടിച്ചു. എന്താ വാല്യൂ? എന്താ വാല്യൂ എന്താ? ഓ അറിയാലോ, ഗാൽവിനോമീറ്റർ റെസിസ്റ്റൻസ് എന്താ? RS by R മൈനസ് എസ്. എടാ ആർ എന്താ? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. എസ് എന്താ? വെറും ഷണ്ടാണോ? ഷണ്ട് നീഡഡ് ഫോർ ദ ഗാൽവിനോമീറ്റർ ടു ഷോ ഹാഫ് ഡിഫ്ലക്ഷൻ. പകുതി ഡിഫ്ലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഷണ്ട് വേണം, അതിനെയാണ് എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗാൽവിനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചോ. ഇനി അടുത്ത ചോദ്യം ഫിഗർ ഓഫ് മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അടുത്ത ചോദ്യം ഉള്ളത്. ഫിഗർ ഓഫ് മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിഗർ ഓഫ് മെറിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫിഗർ ഓഫ് മെറിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പണിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞു IG ഇസ് ഈക്വൽ ടു കെ തീറ്റ. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു IG ബൈ തീറ്റ. IG എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു വി ബൈ ആർ പ്ലസ് ജി ഇൻറ്റു തീറ്റ. ഓക്കെ, തീറ്റ എന്താണെന്ന് മനസ്സിലായോ? തീറ്റ എന്ന് പറഞ്ഞാൽ ആ ഇനീഷ്യൽ കേസിലുള്ള കംപ്ലീറ്റ് ഡിഫ്ലക്ഷനാണ്. തീറ്റ ഈസ് കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. അപ്പോൾ തീറ്റ ബൈ 2 ഹാഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യനിൽ തീറ്റ എന്നല്ല തരാം, വാല്യൂ തരാം, 9 ഡിവിഷൻ അങ്ങനെ തരും. അപ്പോൾ തീറ്റ എന്താണ്? കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. തീറ്റ ഈസ് കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. IG എന്ന് പറഞ്ഞ കറണ്ട് പോകുമ്പോൾ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ നടന്നു. IG ബൈ 2 പറയുമ്പോൾ തീറ്റ ബൈ 2 ഹാഫ് ഡിഫ്ലക്ഷൻ നടന്നു. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ ആട്ടോ. ഇനി എന്താ സംഭവം? ഇനി നമുക്ക് G അറിയില്ലല്ലോ, ജിയുടെ വാല്യൂ നമുക്ക് അറിയില്ല. G നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ജിയുടെ വാല്യൂ? റെസിസ്റ്റൻസ് ഓഫ് ഗാൽവിനോമീറ്റർ RS ബൈ R മൈനസ് എസ്. പറ വി ബൈ ആർ പ്ലസ് RS ബൈ R മൈനസ് എസ് ഇൻറ്റു തീറ്റ. ആ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. വി ബൈ R സ്ക്വയർ മൈനസ് SR പ്ലസ് SR ബൈ R മൈനസ് എസ് ഇൻറ്റു തീറ്റ അല്ലേ? SR SRനെ വെട്ട്. അപ്പോൾ എന്താ കിട്ടിയത്?
വി ഇൻറ്റു ആർ മൈനസ് എസ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ. അപ്പോൾ നമുക്ക് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഗാൽവനോമീറ്റർ കെ ഇസ് ഈക്വൽ ടു വി ബൈ ആർ സ്ക്വയർ പഠിക്കാമല്ലോ, വി ബൈ ആർ സ്ക്വയർ ആർ മൈനസ് എസ്, ആറ് ഇപ്പോഴും എസിനേക്കാളും അതെ, അങ്ങനെ ആർ മൈനസ് എസ് ബൈ തീറ്റ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. ഇതിലുള്ള ടേംസ് ഒക്കെ കൃത്യമായിട്ട് അറിയണം. ഇതിൽ ടേംസ് എന്ന് പറഞ്ഞാൽ എസ് എന്താണെന്ന് അറിയാലോ. എസ് എന്താ? എസ് എന്ന് പറഞ്ഞാൽ ഷണ്ട് ഇതാ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ്, ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു ഷോ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു ഷോ ഹാഫ് ഡിഫ്ലക്ഷൻ അല്ലേ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ടു ഷോ ഹാഫ് ഡിഫ്ലക്ഷൻ. ആ സാധനം മനസ്സിലായോ? അതാണ് എസ്. ഇനി എന്താണ് ഈ തീറ്റ? തീറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. തീറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. ആർ എന്താ? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. വി എന്താ? ഇവിടെ കൊടുത്ത ബാറ്ററി. കഴിഞ്ഞു. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഒന്ന്, നിങ്ങൾ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നതിന് മുമ്പ് ജി കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. ജീൻ്റെ വാല്യൂ എന്താ? ആർ എസ് ബൈ ആറാണ് വലുത് എസ്സിനേക്കാളും. അപ്പോൾ പിന്നെ അടുത്തത് ഫിഗർ ഓഫ് മെറിറ്റ് എങ്ങനെ കാണാം? വി ബൈ ആർ സ്ക്വയർ, ആറാണ് വലുത് എസ്സിനേക്കാളും ബൈ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇനി അത് വെച്ചിട്ട് നമുക്കിപ്പോൾ നീറ്റ് എന്താ ചോദിച്ചാൽ അടുത്തെന്താ ചോദിച്ചാൽ അടുത്തത് പറഞ്ഞു ഫിഗർ ഓഫ് മെറിറ്റ്. എന്താ ഇക്വേഷൻ അറിയാലോ? കെ ഇസ് ഈക്വൽ ടു വി ബൈ ആർ സ്ക്വയർ ആർ മൈനസ് എസ് ബൈ തീറ്റ. ഓക്കെ ഓക്കെ. ഇനി ഇതാ ഒരു ചോദ്യം. ഈ ചോദ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടാവും. In a circuit for finding the resistance of galvanometer by half deflection method, 6 voltage battery and high resistance of 1 kilo ohm are used. ഈ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അപ്പം നമുക്കിവിടെ നമ്മുടെ ഇത് ആവശ്യം വരും. ഏത്? നമ്മളെ ഈ അപ്പാരറ്റസ്, ഈ സെറ്റപ്പ് നമുക്ക് ആവശ്യം വരും കേട്ടോ. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ റെസിസ്റ്റൻസ് R യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഗാൽവിനോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എത്രയാ? ഒരു V വോൾട്ട് ബാറ്ററി. എത്രയാ? 6 വോൾട്ട് ബാറ്ററി അതാണത്. ആൻഡ് ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കേട്ടോ, 11 കിലോ ഓം. ആൻഡ് ദ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഗാൽവിനോമീറ്റർ ഒരു തന്ന് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഗാൽവിനോമീറ്റർ ഒരു തന്ന് എത്ര? 60 മൈക്രോ ആംബിയർ പെർ ഡിവിഷൻ ഒരു തന്നു. പിന്നെ ആബ്സെൻസ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് ഇല്ലാത്തപ്പോൾ ദ ഗാൽവിനോമീറ്റർ പ്രൊഡ്യൂസസ് ഡിഫ്ലക്ഷൻ ഓഫ് 9 ഡിവിഷൻസ്. ഗാൽവിനോമീറ്റർ 9 ഡിവിഷൻ നടത്തി എന്ന് പറഞ്ഞാൽ ഷണ്ട് റെസിസ്റ്റൻസ് ഇല്ലാത്തപ്പോൾ അവിടെ കൂടെ പോകുന്ന കറണ്ട് എന്താ? ഐ ജി കറണ്ട് പോയപ്പോൾ 9 ഡിവിഷൻ നടത്തി. അതിൻ്റെ അർത്ഥം തീറ്റയുടെ വാല്യൂ എന്താണ്? തീറ്റയുടെ വാല്യൂ 9 ഡിവിഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിവിഷൻ. അതത്ര 9. ആൻഡ് ഇനി അടുത്തത് എന്താ? കറണ്ട് ഫ്ലോസ് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് ക്യാൻ കോസ് ദ ഡിഫ്ലക്ഷൻ. എന്നാൽ എത്രയാണ് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ? ദാറ്റ് ക്യാൻ കോസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് 4.5 ഡിവിഷൻ. എന്താ 9 4.5? 9ൻ്റെ പകുതിയല്ലേ. അപ്പോൾ ഹാഫ് ഡിഫ്ലക്ഷൻ നടത്താൻ എത്ര ഷണ്ട് വേണം? അപ്പോൾ പിന്നെ 9ൻ്റെ പകുതി ഹാഫ് ഡിഫ്ലക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഷണ്ട് അതല്ലേ എസ്. ഹാഫ് ഡിഫ്ലക്ഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യേണ്ട ഷണ്ട് അതാണ് എസ്. ആയിക്കോട്ടെ. അപ്പോൾ കെ ഒക്കെ തന്നു, വോൾട്ടേജ് തന്നു, എസ് കാണണം. അറിയാലോ ഇക്വേഷൻ എന്താ? കെ ഇസ് ഈക്വൽ ടു വി ബൈ ആർ സ്ക്വയർ ആർ മൈനസ് എസ് ബൈ തീറ്റ. തീറ്റയുടെ വാല്യൂ എന്തെടുക്കണം? തീറ്റയുടെ വാല്യൂ ഞാൻ പറഞ്ഞു 4.5 ഒന്നും എടുക്കരുത്. കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ 9 വോൾട്ട്. എസ് ആണ് കാണേണ്ടത്. R 11 കിലോ ഓം തന്നിട്ടുണ്ട്. ഇതും 11 കിലോ ഓം തന്നു. കെയുടെ വാല്യൂ 60 ഡിവിഷൻ തന്നു. ഇത് 6 വോൾട്ട് തന്നു. നമുക്ക് എന്ത് കാണണം? എസ് കാണണം. എസ് ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. കെ ആർ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ബൈ വി ഇസ് ഈക്വൽ ടു ആർ മൈനസ് എസ്. എസ് ഇസ് ഈക്വൽ ടു ആർ മൈനസ് കെ ആർ സ്ക്വയർ തീറ്റ ബൈ വി. എന്നിട്ട് ഞാൻ ആറിനെ ഒന്ന് പുറത്തേക്ക് എടുത്തു സ്റ്റൈലാക്കണം. 1/kr തീറ്റ ബൈ വി. ഓക്കെ, ആറിൻ്റെ വാല്യൂ 11 × 10⁻³ കിലോ ഓം. 1 മൈനസ് കെയുടെ വാല്യൂ എത്ര? കെയുടെ വാല്യൂ 60 മൈക്രോ ആംബിയർ ആണ്. 60 മൈക്രോ ആംബിയർ 10⁻6 പെർ ഡിവിഷൻ. ഓക്കെ, ആൻഡ് ആറിൻ്റെ വാല്യൂ എത്ര? ആറിൻ്റെ വാല്യൂ
അല്ല ഹൈ റെസിസ്റ്റൻസ് അല്ല 11 കിലോ ഓം 10⁻3. തീറ്റയുടെ വാല്യൂ എത്ര ഡിവിഷൻ കംപ്ലീറ്റ് ഡിവിഷനാണ് വെച്ചാൽ 4.5 ഒന്നും കൊടുക്കരുത്, 9 ഡിവിഷൻ. അപ്പോൾ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ ഡിവിഷനും ഇതിൻ്റെ ഡിവിഷനും കട്ടായി പോയിക്കോളും. ഡിവൈഡ് ബൈ വോൾട്ടേജ് 6 വോൾട്ട്. എടാ ഇതൊന്ന് സോൾവ് ചെയ്തേ. ഇത് 10 അല്ലേ കിട്ടുക, 10. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 10⁻3 10⁻2 99 10⁻2 0.99. ഇനി പറയും 11 × 10⁻3. 1 0.99 കുറയ്ക്കും, 1 0.99 0.01 അല്ലേ വരിക, 10⁻2 അല്ലേ, അപ്പോൾ ഇത് 10 കിട്ടൂലേ. അപ്പോൾ 110 ആണ് നമുക്ക് കിട്ടിയത്. എന്താ 110? ഷണ്ട് റെസിസ്റ്റർ. ഷണ്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ 110 ഓം ആയിരിക്കും. 110 ഓം. The right answer for this question is option 2, 110 ഓം. റെഡിയാണോ? അല്ല, ഷണ്ട് റെസിസ്റ്റൻസ് നല്ല ചെറിയ വാല്യൂ വേണ്ടേ? ആണല്ലോ. എടാ 11,000 ആണെടാ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഷണ്ട് ചെറുതല്ലേ, 11,000 110 എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, ചെറിയ വാല്യൂ അല്ലേ. അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഷണ്ട് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ, 110. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. 2 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ട, ഈ 2 ഇക്വേഷൻസ് ഓർക്കണം. ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കണം, നല്ലതാണ് കേട്ടോ. ഡെറിവേഷൻ പഠിച്ചു വെക്കണം, നല്ലതാണ്. ഷണ്ട് എന്താണ്, എസ് എന്താണ്? ഷണ്ട് റിക്വയർഡ് ഫോർ ദ ഡിഫ്ലക്ഷൻ, ഹാഫ് ഡിഫ്ലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഇതിനെയാണ് ഷണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷനാണ്, ഹാഫ് ഡിഫ്ലക്ഷൻ അല്ല. ഓക്കെ, താങ്ക് യു.